ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഇൻ്റഗ്രേഷൻ ഡേ 2 ആണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ ഡേ 1 ഇട്ടുണ്ടായിരുന്നു. ഇനി ഇൻ്റഗ്രേഷൻ ഡേ 2 വരാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് 1, ആഹാ എന്ത് സ്വാദ്. കഥയിലെ ചിത്രങ്ങളും വാക്യങ്ങളും വരച്ചു യോജിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ എന്ത് സ്വാദ് എന്നുള്ള കഥ അറിയാലോ, ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. ആ കഥയിലെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, മറുഭാഗത്ത് നമുക്കതിലെ കുറച്ച് വാക്യങ്ങളും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ വാക്യങ്ങളും വായിച്ചിട്ട് അതുമായി യോജിക്കുന്ന ചിത്രങ്ങൾ വരച്ചു യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ വാക്യം എന്താണ്? ആന ചക്കപ്പഴം പറിച്ചു എന്നാണ്. ആന ചക്കപ്പഴം പറിച്ചു എന്ന് പറയുമ്പോൾ അത് ഏത് ചിത്രമായിട്ടാണ് യോജിക്കുക? ഇതല്ലേ, അത് വരച്ചു യോജിപ്പിക്കുക. അടുത്തത് കുരങ്ങച്ചന്റെ സെൽഫി, ഏതാണത്? ഇതാണല്ലേ, വരച്ചു യോജിപ്പിക്കുക. ആന ഏമ്പക്കം വിട്ടു മൈന പുറത്തായി, അതെവിടെയാ, ഏത് ചിത്രാണ്? രണ്ടാമത്തെ ചിത്രാണല്ലേ, വരച്ചു യോജിപ്പിക്കൂ. ആന പഴക്കുല കഴിച്ചു, അപ്പൊ ഏതാ ചിത്രം? വരച്ചു യോജിപ്പിക്കൂലോ. അങ്ങനെ വരച്ചു യോജിപ്പിക്കാം കേട്ടോ. അടുത്തത് ഒരു ചോദ്യം കൂടിയുണ്ട്. കഥയിലെ ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അത് എഴുതുക. ആഹാ എന്ത് സ്വാദ് എന്നുള്ള കഥയിലെ ഇഷ്ടപ്പെട്ട കഥാപാത്രം എഴുതാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മൈനയെയാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ മൈന എന്ന് എഴുതുക. ആനയാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ആന എന്ന് എഴുതുക. ജിറാഫ് ആണെങ്കിൽ ജിറാഫ് എന്ന് എഴുതുക. കുരങ്ങനാണ് സെൽഫി ഒക്കെ എടുത്തല്ലേ, കുരങ്ങൻ എഴുതാം. ആനേനെ ആർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവില്ലല്ലോ അല്ലേ, ആ കഥയിലെ മൈനയ്ക്ക് പഴങ്ങളൊന്നും കൊടുക്കാതെ ഒറ്റയ്ക്ക് കഴിച്ചില്ലേ, അപ്പൊ ആനേനെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അടുത്ത ആക്ടിവിറ്റി മാത്സിൽ നിന്നാണ്. മോർ ആൻഡ് ലെസ്. സർക്കിൾ ദ ഷോർട്ടസ്റ്റ് ഐറ്റം ഗിവൺ ബിലോ. ചോട്ടിൽ തന്നിരിക്കുന്നതിൽ നീളം കുറഞ്ഞ ഐറ്റത്തിന് വട്ടിടാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏതാണ്? നെയിലാണല്ലേ, ആണിയല്ലേ സെക്കൻഡ് 1 അല്ലേ. അപ്പൊ സെക്കൻഡ് 1 വട്ടിടുക. ദെൻ സർക്കിൾ ദ ഹെവിയസ്റ്റ് ഐറ്റം ഗിവൺ ബിലോ. നമുക്ക് നല്ല കനം കൂടിയ ഐറ്റത്തിന് സർക്കിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതാ വരിക? സോഫയല്ലേ, സോഫയ്ക്ക് സർക്കിൾ ചെയ്യുക കേട്ടോ. അടുത്തത് നോക്കൂ, ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. കളർ ദ പിക്ചർ ആൻഡ് മേക്ക് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടില്ലേ, ഹൗസിന്റെ പിക്ചർ, അത് കളർ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹൗ മെനി സർക്കിൾസ് ആർ ദർ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ എത്ര സർക്കിൾസ് ഉണ്ട് നോക്കി നോക്കൂ. 2 സർക്കിൾസ് അല്ലേ, ആ ഡോറിന്റെ അവിടെ ഉള്ള 2 സർക്കിൾ അല്ലേ. ഹൗ മെനി ട്രയാങ്കിൾസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1 ട്രയാങ്കിൾ അല്ലേ, ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. ദെൻ ഹൗ മെനി റെക്ടാങ്കിൾസ്, എത്ര റെക്ടാങ്കിൾസ് ഉണ്ട് നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 റെക്ടാങ്കിൾസ് അല്ലേ. കിട്ടിയോ നിങ്ങൾക്ക്? 6 എന്ന് ആൻസർ ചെയ്ത കേട്ടോ. അടുത്ത ആക്ടിവിറ്റി മലയാളത്തിൽ നിന്നുള്ളതാണ്. കൂടുകൾ തിരിച്ചറിഞ്ഞ് ജീവിയുടെ പേരെഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിവിടെ കൂടുകളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ കൂട് നോക്കൂ, ഇതെന്താ? ചിലന്തിയുടെ കൂടാണ് അല്ലേ, അപ്പൊ ചിലന്തി എന്ന് എഴുതുക. അടുത്ത കൂട് നോക്കൂ, ഇല കൊണ്ട് ഉണ്ടാക്കിയ കൂടല്ലേ, അപ്പൊ ഇത് ആരുടെ കൂടാണ്? ഉറുമ്പുകളാണല്ലേ ഇങ്ങനെ കൂടുണ്ടാക്കുക, അപ്പൊ ഉറുമ്പ് എന്ന് എഴുതുക. അടുത്തത് കണ്ടോ, ഇത് ആരുടെ കൂടാ? തേനീച്ചയുടെ കൂടാണല്ലേ, മെഴുകുകൊണ്ട് ഉണ്ടാക്കുന്ന കൂടാണ്, അപ്പൊ തേനീച്ച എന്ന് എഴുതുക. അടുത്തത് കണ്ടോ, ഒരു ഗുഹയാണ് അല്ലേ, സിംഹം അല്ലേ ഗുഹയിലൊക്കെ താമസിക്കുക, സിംഹം എന്ന് എഴുതുക കേട്ടോ. ഇവിടെ ഒരു കടങ്കഥയും കൂടി ചോദിച്ചിട്ടുണ്ട്. എന്താണ്? അടയുടെ മുമ്പിൽ പെരുമ്പട, എന്താ അത്? തേനീച്ചക്കൂടാണ് കേട്ടോ, തേനീച്ചക്കൂട് എന്ന് എഴുതുക. അടുത്ത് നോക്കൂ, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ചിത്രം വരയ്ക്കൂ, നിറം കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എവിടെയാ താമസിക്കുന്നത്? വീടുകളിലല്ലേ. അപ്പോൾ വീടിൻ്റെ ഒരു ചിത്രം വരച്ചിട്ട് കളർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ, നിറം കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണേ. ചെയ്യൂലോ അല്ലേ നിങ്ങൾ. അടുത്തത് നോക്കൂ, നമ്മുടെ വീട്. അടുക്കള ഉപകരണങ്ങൾ ടിക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ കുറച്ച് ഉപകരണങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി ടിക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കല്ലേ. ഫസ്റ്റ് 1 എന്താ? സോഫയാണ്. അത് അടുക്കള ഉപകരണമാണോ? അല്ല, സ്വീകരണ മുറിയിലുള്ള ഉപകരണമാണ് അല്ലേ. അടുത്തത് എന്താണ്? ഗ്യാസ് കുറ്റിയാണ് അല്ലേ, അത് അടുക്കള ഉപകരണമാണല്ലോ, ടിക്ക് ഇടുക. അടുത്തത് നോക്കൂ, കസേരയാണ്. അത് അടുക്കള ഉപകരണമാണോ? അല്ല അല്ലേ. അടുത്തത് കത്തിയല്ലേ, കത്തി അടുക്കള ഉപകരണമാണ്, ടിക്ക് ഇടുക. അടുത്തത് എന്താണത്? TV അല്ലേ, അപ്പൊ അത് അടുക്കള ഉപകരണമാണോ? അല്ല. അടുത്തത് നോക്കൂ, ചിരവയാണ്, അടുക്കള ഉപകരണമാണ്, ടിക്ക് ഇടുക. അടുത്തത് കുക്കറാണ് അല്ലേ, പ്രഷർ കുക്കറാണ്, അടുക്കള ഉപകരണമാണ്, ടിക്ക് ഇടുക. അടുത്തത് സ്പൂണാണ്, അതും അടുക്കള ഉപകരണമാണ്, ടിക്ക് ഇടുക. കട്ടിലാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ, കട്ടിൽ അടുക്കള ഉപകരണമാണോ? അല്ല. കിടപ്പുമുറിയിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അല്ലേ. അടുത്തത് നോക്കൂ, പുട്ടുംകുറ്റിയാണ്, പുട്ടുംകുറ്റി അടുക്കള ഉപകരണമല്ലേ, ടിക്ക് ഇടുക കേട്ടോ. അടുത്തത് ഗ്യാസ് സ്റ്റൗവാണ്, അടുക്കള ഉപകരണമാണ്, ടിക്ക് ഇടുക. അടുത്തത് നോക്കൂ, തീൻമേശയാണ്, അതെവിടെയാ?
അത് തീൻമുറിയിൽ ഉപയോഗിക്കുന്നതാണ് അല്ലേ, അത് അടുക്കള ഉപകരണം അല്ലല്ലോ. പിന്നെ അടുത്ത് നോക്കൂ, ഇത് മിക്സിയാണ്, അടുക്കള ഉപകരണമാണല്ലോ. ടിക്ക് ഇടുക കേട്ടോ. ചിലപ്പോൾ നമുക്ക് മിക്സി തരാം, ചിലപ്പോൾ അമ്മി തരാം കേട്ടോ, അമ്മിക്കല്ലും അമ്മിയും കൂടിയും. അപ്പോൾ അരയ്ക്കണത് പിന്നെ ആട്ടുകല്ലൊക്കെ തരേം. അപ്പോൾ ആട്ടുകല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ അമ്മോടൊന്ന് കാണിച്ചു തരാൻ പറയാം കേട്ടോ. ചിത്രത്തിലൊക്കെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ, നോക്കി വെക്കുക കേട്ടോ. ചിലപ്പോൾ നമുക്ക് അതാവും തരിക. അപ്പം നമുക്ക് അത് അടുക്കള ഉപകരണമാണല്ലോ. ടിക്ക് ഇടണേ. ലാസ്റ്റ് ആക്ടിവിറ്റി മാത്സിൽ നിന്നുള്ളതാണ്. ദ സ്കൂൾ ലൈബ്രറി. ക്ലാസ് ഫസ്റ്റ് സ്റ്റുഡൻസ് ആർ അറേഞ്ചിങ് ബുക്സ് ഇൻ ദയർ സ്കൂൾ ലൈബ്രറി. ദി നമ്പർ ഓഫ് ബുക്സ് അറേഞ്ച്ഡ് ബൈ സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ. എന്താണ്? ക്ലാസ് ഫസ്റ്റിലെ കുട്ടികൾ അവരുടെ സ്കൂൾ ലൈബ്രറിയിലെ ബുക്സുകളെല്ലാം അറേഞ്ച് ചെയ്യാണ്. കുട്ടികൾ അറേഞ്ച് ചെയ്ത ബുക്സുകളുടെ എണ്ണമാണ് ചോട്ടിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. അനു 35 ബുക്സ് ആണ്, മിന്നു 21, അപ്പു 40, അജയ് 27, പിങ്കി 19. ഇതിൽ ക്വസ്റ്റ്യൻ നോക്കൂ. ഹു അറേഞ്ച് ദ മോസ്റ്റ് ബുക്സ്, ഹൗ മെനി എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആരാണ് കൂടുതൽ ബുക്സ് അറേഞ്ച് ചെയ്തത് എന്ന് കേട്ടോ. നമുക്ക് നോക്കാം. അനു 35, മിന്നു 21, അപ്പു 40, അജയ് 27, പിങ്കി 19. ആരാണ് കൂടുതൽ ബുക്സ് അറേഞ്ച് ചെയ്തത്? ആരാ? അപ്പു അല്ലേ? അപ്പു എന്ന് എഴുതുക. ഹു എന്ന് ചോദിച്ചാൽ ആര് എന്നല്ലേ, അപ്പോൾ അപ്പു എന്ന് എഴുതുക. ഹൗ മെനി എന്ന് ചോദിച്ചാൽ എത്ര എണ്ണം എന്നാണ് കേട്ടോ. അപ്പോൾ എത്ര എണ്ണം? 40 അല്ലേ? 40 എന്ന് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹു അറേഞ്ച് ദ ലീസ്റ്റ്, ഏറ്റവും കുറവ് അറേഞ്ച് ചെയ്തത് ആരാണ്? ഹൗ മെനി എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരാണ് ഏറ്റവും കുറവ് അറേഞ്ച് ചെയ്തത്, ബുക്സ് അറേഞ്ച് ചെയ്തത്? പിങ്കി ആണല്ലേ. ഇപ്പൊ പിങ്കി എന്ന് എഴുതുക. ഹൗ മെനി എന്ന് ചോദിച്ച സ്ഥലത്ത് എന്ത് എഴുതുക? 19 ബുക്സ് ആണല്ലേ, 19 എന്ന് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ നമ്പർ ഓഫ് ബുക്സ് അറേഞ്ച് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അതായത് ബുക്സ് അറേഞ്ച് ചെയ്തത് നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാ വരിക? ഫസ്റ്റ് 19 അല്ലേ, പിന്നെ ഏതാ വരിക? 19 കഴിഞ്ഞാൽ പിന്നെ 21, then 27, പിന്നെ 35, പിന്നെ 40 അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ബുക്സ് അപ്പു അറേഞ്ച് ദാൻ അനു. അതായത് അനുവിനെയും കാട്ടിലും എത്ര കൂടുതൽ ബുക്സ് ആണ് അപ്പു അറേഞ്ച് ചെയ്തത് എന്നാണ് അല്ലേ. അപ്പൊ അപ്പു അറേഞ്ച് ചെയ്ത് എത്രയാ നോക്കൂ? 40 ആണ്. അനു അറേഞ്ച് ചെയ്ത് എത്രയാ? 35 ആണ് അല്ലേ. എത്ര കൂടുതൽ ബുക്സ് ആണ് അപ്പു അറേഞ്ച് ചെയ്തത് എന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? അപ്പു അറേഞ്ച് ചെയ്ത ബുക്സുകളുടെ എണ്ണത്തിൽ നിന്ന് അനു അറേഞ്ച് ചെയ്ത ബുക്സുകളുടെ എണ്ണം കുറച്ചാൽ പോരെ. അതായത് 40 - 35 എന്ത് ചെയ്താൽ മതി? നിങ്ങൾ 35 നിന്ന് 40ലേക്ക് എണ്ണൂ അല്ലേ. നമ്മൾ അങ്ങനെയല്ലേ മൈനസ് ചെയ്യാം. 35 കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയാ? 36, 37, 38, 39, 40. അപ്പോൾ എത്രയാ? 5 അല്ലേ. 5 എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ ഈ മോഡലിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. നല്ല ഈസി ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. എല്ലാവരും നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.